എൻ്റെ ഓഫീസിലൊരു പുതിയ ഓഫീസ് അസിസ്റ്റൻറ്റിനെ ഞങ്ങൾ ചേർത്തി. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. വെങ്കട്ട് എന്നാണ് അവൻ്റെ പേര്. ക്ഷീണിതനാണ്. അത്രയൊന്നും വലുതായിട്ട് അവൻ ഡ്രസ്സ് ചെയ്യില്ല. സാധാരണ ഒരു ലളിതമായിട്ടുള്ളൊരു ഡ്രസ്സിങ്ങാണ് അവൻ്റെ. അവനുള്ള ഇൻകം വരുമാനം വെച്ച് അതിനല്ലേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. 2 ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി. 3-ാമത്തെ ദിവസം വൈകുന്നേരം ഒരു 9 മണി 10 മണിക്ക് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എല്ലാം നന്നായി പോകുന്നുണ്ടല്ലോ, നീ നന്നായി ജോലി ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് പ്രശ്നം? അപ്പോൾ അദ്ദേഹം അവൻ പറയായിരുന്നു, എല്ലാവർക്കും കോഫി തരുന്നുണ്ട് ആ സ്ത്രീ. ആ സ്ത്രീയുടെ പേര് അമ്മു എന്നാണ്. പക്ഷേ എനിക്ക് മാത്രം അവർ കോഫിയോ ചായയോ തരുന്നില്ല. അവിടെ ചായ വെച്ചിട്ട് പോയി എടുത്ത് കുടിച്ചോ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ അമ്മു എന്ന് പറയുന്ന സ്ത്രീ ഒരു ഗ്രാമത്തിൽ നിന്ന് പറയുന്ന സ്ത്രീയാണ്. വളരെ വിനയമായിട്ടുള്ള സ്ത്രീയാണ്. വളരെ സ്നേഹവും, ഞങ്ങൾക്കൊക്കെ കാപ്പി തരുന്ന ചായ തരുന്നതിന് ഒരു അമ്മ തരുന്നത് പോലെ കുറേ നേരമായി നിങ്ങൾ കുടിക്കൂ എന്നൊക്കെ സ്നേഹത്തോടെ പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, അവർ തന്നില്ലെങ്കിൽ ഞാൻ എന്നോട് പറയും, ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ, അയ്യോ നിങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെ ഞാൻ ചായ തരിപ്പിക്കുക, ഞാൻ തന്നെ കുടിച്ചോളാം. പക്ഷെ അങ്ങനെയല്ല സാർ, എല്ലാവർക്കും ചായ ആ സ്ത്രീ കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം തരില്ല എന്ന് പറയുമ്പോൾ അതെന്തോ എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാനും അവിടെ ജോലി ചെയ്യുന്ന ഒരാളല്ലേ. അവൻ ന്യായമായ ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് അടുത്ത ദിവസം വിളിച്ച് തനിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങളെല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ടല്ലോ, 7-8 പേരുള്ളൂ ഞങ്ങളുടെ ഓഫീസിൽ, 10 പേരുണ്ടാവും, അവന് മാത്രം എന്താണ് ചായ കൊടുക്കാത്തത്? അപ്പോൾ പുള്ളിക്കാരി അവനൊരു അടിച്ചു വാരി തുടച്ച് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ആ സ്ത്രീയുടെ ജോലിയേക്കാളും താഴെയുള്ള ഒരാളാണ് ഇയാൾക്ക് ഞാൻ എന്തിനാണ് ചായ കൊടുക്കുന്നത്? പിന്നെ ആ സ്ത്രീ നിഷ്കളങ്കമായിട്ട് തന്നെ എന്നോട് പറയുന്നത്, അയാളും അയാളുടെ ഡ്രസ്സും അയാളുടെ കോലവും ഞാനെന്തിനാണ് അയാൾക്ക് ചായ കൊടുക്കുന്നത് സാർ, അയാൾക്ക് എന്നെ അടുത്ത് കുടിച്ചൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ചായ കൊടുക്കണം, നിങ്ങളുടെ ജോലിയല്ലേ, നിങ്ങളങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ സ്ത്രീയെ ഞങ്ങൾക്ക് 2 പേരും വേണം, ഈ സ്ത്രീയും വേണം, പെട്ടെന്ന് ഒരാൾ കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ദേഷ്യം വന്നിട്ട് ഈ സ്ത്രീ ഉടനെ ജോലി വിട്ട് അയക്കാനൊക്കെ എനിക്ക് തോന്നി. പെട്ടെന്നൊരാൾ 3 മാസം കണ്ട് വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങനത്തെ നല്ല സ്ത്രീയെ കിട്ടിയത്. അപ്പോൾ എന്തോ ഒരു അക്ഷരത്തെറ്റുണ്ട്, അതെന്താണെന്ന് എനിക്ക് പറയാനും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കൊരു കപ്പൊക്കെ ഉണ്ടല്ലോ, നീ ആ ചായ എടുത്ത്. അല്ല സാർ, ചായ കുടിക്കുന്നതിനെ പറ്റി എനിക്ക് ഒരു പ്രശ്നമില്ല, എന്തുകൊണ്ടാണ് ഞാൻ അവഗണിക്കപ്പെടുന്നത് എന്നെനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഈ സ്ത്രീയുടെ ഉത്തരം എനിക്ക് കുറച്ചുകൂടി പിടിച്ചില്ല. പക്ഷേ ഈ സ്ത്രീ പറയുന്നതിൽ എന്തോ അവരോട് ആരോ പറഞ്ഞു കൊടുത്തതാണോ, അല്ല അവർ നിഷ്കളങ്കിയാണ്, അവർ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യുന്ന സ്ത്രീയുമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഈഗോ അവർക്ക് വന്നത് എനിക്കറിയില്ല. ഇതെന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല. അവൻ മാത്രം അവിടെ ചായ കുടിക്കുന്നുണ്ട്. ചില ദിവസം വേണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് തരുന്ന ചായ ഒരു കപ്പ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടി പാതി എടുത്ത് അത് കുടിക്കും. അത് ആ സ്ത്രീ കാണുന്നുണ്ട്. പിന്നെ അവന് മെല്ലെ ഞങ്ങളുടെ ഓഫീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയൊക്കെ കൊടുത്തിട്ട് അവന് നല്ല മുഖ്യത്വം ഞാൻ കൊടുക്കുകയാണ്. ഞാനും എൻ്റെ കൂടെയുള്ള ജോലിക്കാരൊക്കെ വേണമെന്ന് വെച്ചിട്ട് ഇവന് മുഖ്യത്വം കൊടുക്കുന്നതോറും ഈ സ്ത്രീക്ക് കുറ്റബോധവും വരുന്നുണ്ട്. അയ്യോ, നമ്മൾ ഇയാൾക്ക് ചായ കൊടുക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ പെട്ടെന്ന് പോയി കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുക, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള സമയത്താണ് മാധവിക്കുട്ടി അമ്മയുടെ കടൽപ്പുറത്തൊരു വീട് എന്നൊരു കഥ ഞാൻ എപ്പോഴോ വായിച്ചത് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ഇത് കേട്ട ചില ആൾക്കാർ അത് വിട്ടുപോയി ഇത് വിട്ടുപോയി തന്നെ തെറ്റ് പറയരുത്. പക്ഷേ ഈ സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ആരെയും ഇന്ന് ഒരാളുള്ള ആ സ്ഥിതി വെച്ചിട്ട് നമ്മൾ അവരെ നമ്മൾ തെറ്റായിട്ട് വിചാരിക്കരുത്, അവർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാതിരിക്കരുത് എന്നാണ് ഇതിൻ്റെ മൂല്യം. ഇതിനാസ്പദമാക്കിയിട്ടുള്ളൊരു കഥയാണിത്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു കടൽപ്പുറത്ത് ഒരു ജോലിക്ക് വരികയാണ് ഭാര്യയും ഭർത്താവും. മുരുകൻ എന്നാണ് അയാളുടെ പേര്. കുറച്ച് കള്ളൊക്കെ കുടിക്കുന്ന ഒരാളാണ്. അവിടെ കടൽപ്പുറത്തൊരു പഴയ വീടുണ്ട്, ഒരു പഴയ ബിൽഡിങ്, വളരെ ഒന്നും ഉറപ്പൊന്നും ഇല്ലാത്തൊരു വീട്. അവിടെയാണ് ഈ ഭാര്യയും ഭർത്താവും എങ്ങനെയെങ്കിലും ഇവിടേക്ക് വന്നു, തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു, ഇവിടെ തന്നെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് ഒന്ന് കരകയറാനായിട്ടാണ് ആ കടൽപ്പുറത്ത് അവരുള്ളത്. അപ്പം ഇവർക്ക് 2 പേരും ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ഈ കടൽപ്പുറത്തുള്ള ഈ വീട്ടിലേക്ക് വരും, അവർ താമസിക്കും. അപ്പോൾ ആ ജീവിതം അവർക്ക് വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ്. പക്ഷേ ഈ മുരുകൻ എന്ന് പറഞ്ഞ ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സ്മോളൊക്കെ അടിച്ച് അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരാളാണ്.
ഈ ഈ സ്ത്രീയും ഒരു വാസ്തവത്തിൽ വലിയൊരു കുടുംബത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ജീവിത രീതിയും ഒരു സംസാരമൊക്കെ വളരെ സംസ്കാരമുള്ള ഒരു ജീവിതമാണ് അവരുടെ. ഒരു ദിവസം ഇവരെ കാണാനായിട്ട് ഒരു ഭിക്ഷക്കാരൻ വരുന്നു. അപ്പോൾ ഭിക്ഷക്കാരൻ പറയും, നിങ്ങളോടൊന്ന് രണ്ടുപേരോടൊന്ന് ഞാൻ സംസാരിക്കാമോ? അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ ഏതോ ഒരു സ്ഥലത്ത് ഈ രണ്ടുപേരിൽ ഒരാൾ ജോലി ചെയ്യുന്നത് ഹോട്ടലിൽ, രണ്ടുപേരും കൂടിയും തോന്നുന്നു. ഒരാൾ ഒരു ഹോട്ടലിൽ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ബാക്കിയുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ സ്ത്രീ വരൂ ഇരിക്കൂ എന്ന് പറയുന്നു. അയാൾക്ക് അങ്ങനെ വരൂ ഇരിക്കൂ എന്നൊക്കെ ഒരു ഭിക്ഷക്കാരനെ അങ്ങനെ ആരും സ്വീകരിച്ച് ഈ ഭിക്ഷക്കാരൻ തന്നെ കണ്ടിട്ടില്ല, അയാളുടെ ജീവിതത്തിലും ഇല്ല. അപ്പോൾ നിങ്ങൾ വല്ലതും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഭിക്ഷക്കാരൻ പറയാണ്, നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ആഹാരം കഴിച്ചോ, വരൂ ഇരിക്കൂ, ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് വിശക്കുന്നുണ്ട്, തരൂ എന്ന് പറയുമ്പോൾ കിച്ചണിൽ നിന്ന്, ചെറിയ കിച്ചനാണ്, എടുത്ത ആഹാരം പ്ലേറ്റിൽ നിറച്ച് 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 കൊടുക്കുകയാണ്. ഇനിയും കഴിക്കൂ, ഇനിയും കഴിക്കും. അപ്പോൾ കണ്ണ് നിറഞ്ഞിട്ട് ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു അന്നലക്ഷ്മിയാണ്, നിങ്ങൾ ഏതോ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാനായിട്ടുള്ള മനസ്സ് വരില്ല. അതും ഇനിയും കഴിക്കൂ, ഇനിയും കഴിക്കൂ പറഞ്ഞ് നിറച്ച്, ഞാൻ വയറ് നിറച്ച് ആഹാരം കഴിക്കാനായിട്ടുള്ള നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആ സംസ്കാരം കാണുമ്പോൾ എനിക്ക് വിസ്മയമായിട്ടുണ്ട്. അങ്ങനെ ഈ 3 പേരും കൂടി സംസാരിക്കുന്നു. അതിൽ അയാൾ പറഞ്ഞു, ഇയാൾ ഇവർ രണ്ടുപേരും ചോദിച്ചു, നിങ്ങൾ നല്ലോണമൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അത്രയൊന്നും നിങ്ങൾക്ക് ആരോഗ്യമൊന്നും മോശമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭിക്ഷ എടുക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനങ്ങനെ ഭിക്ഷയൊന്നും എടുക്കുന്നില്ല, ഞാൻ നന്നായി പാട്ട് പാടും. അപ്പം ഈ കടൽപ്പുറത്തും അവിടെ ഇവിടെയായിട്ട് ഞാൻ ഓരോ ഗ്രാമത്തിൽ 1 മാസം 2 മാസം ഉണ്ടാകും. എന്നിട്ട് ഞാനവിടെ പാട്ട് പാടും. പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ടിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ തരുന്നത് തരട്ടെ, ഞാൻ കയ്യേന്താറില്ല. അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. എന്നെ ഭിക്ഷക്കാരെന്ന് സമൂഹം പറയുന്നു. അപ്പോൾ ഇയാളുടെ സംസാരം, ഇയാളുടെ പാട്ട് പാടുന്നു എന്ന് പറയുന്നത് എല്ലാം കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ആകർഷണമായി. പ്രത്യേകിച്ച് ഈ സ്ത്രീക്ക് വളരെ ആകർഷണം തോന്നി. ഒരു 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 ഭിക്ഷക്കാരൻ നിന്നൊക്കെ ഉയർന്ന ഒരു നല്ലൊരു മനുഷ്യനായിട്ട്, ഒരു ഭിക്ഷക്കാരൻ ഒരു മനുഷ്യനാണ്, അയാളും ബഹുമാനത്തിനും എല്ലാ സ്നേഹത്തിനൊക്കെ ആരാണ് അർഹിക്കാത്തത് സ്നേഹത്തിനൊക്കെ, അല്ലേ? അപ്പോൾ അങ്ങനെ അവർ 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ചോദിക്കും, നന്നായിട്ട് പാട്ടൊക്കെ പാടൂലേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? അപ്പോൾ അദ്ദേഹം പാട്ട് പാടുന്നു. അദ്ദേഹം വളരെ കുറച്ച് നാണിച്ചിട്ടൊക്കെയാണ് പാട്ട് പാടാൻ തുടങ്ങുന്നത്, പക്ഷേ നന്നായി പാട്ട് പാടും. ആ പാട്ട് ഈ സ്ത്രീക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. അയാൾക്കും ആ ആറുമുഖനും വളരെ ഇഷ്ടപ്പെടുന്നു. ആ പാട്ട് കേട്ട് ഈ സ്ത്രീ വല്ലാതെ ആ പാട്ടിനെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് കേട്ട് തന്നെ എല്ലാവരുടെ ഹൃദയത്തിലൊരു പാട്ടുണ്ടാകുമല്ലോ, ആരുടെ മനസ്സിലാണ് ഒരു പാട്ട് ഇല്ലാത്തത്? ഒന്നിലും ഒരു മൂളിപ്പാട്ടായിട്ട് പാടും, അല്ലെങ്കിൽ ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാടും, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഏതെങ്കിലും സിനിമയിൽ കണ്ട പാട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെയൊക്കെ സ്പർശിച്ച പാട്ടുകളോ, ഏതോ ഒരു പാട്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മൗനമായിട്ടുണ്ടാവും. അത് നമ്മൾ ചിലപ്പോഴൊക്കെയാണ് അത് പാട്ട് പാടുന്നത്, ചിലപ്പോൾ ഒരു നാണിച്ചായിരിക്കും നമ്മൾ പാടുന്ന ഒരു സഭയിൽ, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പാടും. അങ്ങനെയൊക്കെയാണല്ലോ ഈ പാട്ട് പാടുന്നതൊക്കെ. ഈ പാട്ട് ഈ സ്ത്രീക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല, ചെറിയൊരു ചെറ്റക്കുടിലാണത്. അപ്പോൾ അവർക്ക് ആകെ ഉള്ളത് ആ തണുപ്പിൽ പുതച്ച് കിടക്കാനായിട്ട് ഒരു പുതപ്പാണ്, നല്ലൊരു പുതപ്പ്. ഭർത്താവിനോടൊന്നും ചോദിക്കാണ്ട് ഈ പുതപ്പെടുത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഭിക്ഷക്കാരനാണെങ്കിൽ ഓരോ ഗ്രാമത്തിൽ പോയിട്ടും 1 മാസം പാട്ടൊക്കെ പാടിയിട്ട് അവിടെ ആരെങ്കിലും ഒരാളോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ ഇവരെ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവർ ചോദിക്കും, എങ്ങനെയാണ് ഞങ്ങളോട് വന്ന് നിങ്ങളിങ്ങനെ യാത്ര പറയാൻ തോന്നിയത്? അല്ല, നിങ്ങൾ 2 പേരും ജീവിക്കുന്ന ജീവിതം ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾ 2 പേരും ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. തണുപ്പുള്ള രാത്രികളിൽ ഒരു തീ കത്തിച്ച് അതിന് ചുറ്റും നിങ്ങൾ ജീവിതത്തിന് ആഘോഷിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ കിടന്നിട്ട് ആകാശത്തിനെ കാണാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ജീവിതത്തിനെ പറ്റി ഇവർ തന്നെ കാണാത്ത പല മഹത്വങ്ങളും അവർ ആ ഭിക്ഷക്കാരൻ പറയുന്നത് കേട്ട് ഇവർക്ക് തന്നെ വളരെ സന്തോഷമായി. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് തൻ്റെ ഈ അവിടെ പറഞ്ഞ്, ഞാൻ ഒരു കാലത്ത് നന്നായി പാട്ട് പാടിയിരുന്നു, ഒരു ഭാഗവതരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ പാട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇപ്പോഴൊന്നും ഞാൻ പാടാറില്ല, പക്ഷേ എല്ലാ പാട്ടുകളും എൻ്റെ ഹൃദയത്തിലുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടന്ന ആ പാട്ടിനെ, നിങ്ങളുടെ പാട്ട് നിങ്ങൾ നന്നായി പാടിയപ്പോൾ അതെന്നെ ഉണർത്തി. അതിന് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് തരുന്നതെന്ന്. അപ്പോൾ ഭർത്താവ് മെല്ലെ പറയുന്നുണ്ട്, നമുക്ക് ആകെയുള്ളൊരു ബെഡ്ഷീറ്റല്ലേ, നീ എന്തിനാ കൊടുക്കുന്നത് എന്നൊക്കെ മെല്ലെ പറയുന്നുണ്ട്. അല്ല, ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, എൻ്റെ മനസ്സിലുള്ള ഒരു സംഗീതത്തിന് ഉണർത്തിയ ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറയുന്നു. ഈ ബെഡ്ഷീറ്റ് കൊടുക്കുന്നു, നല്ലൊരു പുതപ്പ്, കമ്പിളി പുതപ്പ് കൊടുക്കുന്നു.
അയാൾ പോകുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഈ കഥാകൃത്ത് മാധവിക്കുട്ടി അമ്മ നമ്മളോട് എന്തൊക്കെയാണ് ഈ കഥയിൽ പറയാതെ പറയുന്നത്? എല്ലാ കഥകളിലും ഒരു അൺടോൾഡ് വേർഷൻ ഉണ്ടാവും. ഈ അൺടോൾഡ് വേർഷൻ എപ്പോഴും നമുക്ക് ഒരു പല പല കഥകളിലൊക്കെ പറയാത്ത പല സത്യങ്ങൾ നമ്മോട് പറയും. പ്രത്യേകിച്ച് ആത്മീയതയിലുള്ള ആൾക്കാർക്ക് പല പല സന്ദേശങ്ങൾ നമുക്ക് വളരെ മൗനമായിട്ട് ഒരു ഒരു കൊച്ചു തെന്നൽ വന്ന് നമ്മളിങ്ങനെ തലോടിയിട്ട് പോകുന്ന പോലെ പറഞ്ഞിട്ട് പോകും. എനിക്ക് ഈ കഥയിൽ കിട്ടിയ മൂല്യങ്ങൾ ഞാൻ നിങ്ങളോട് വിനയമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നോക്കൂ, ഒരു ഭിക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളെന്താ, അവൻ നന്നായി പാട്ട് പാടുന്ന അവൻ്റെ പാട്ടിനെ നമ്മൾ അംഗീകരിക്കുമോ? സംഗതികളൊക്കെ അറിഞ്ഞ പാട്ടുകാരൻ, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളൊരു പാട്ടുകാരൻ, കുറേ താടിയും ജുബയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കോടീശ്വരനായ പാട്ടുകാരൻ, ശ്രുതിമാത ലയപിത എന്നുള്ള ആ സംഗീതത്തിൻ്റെ തത്വത്തിനുള്ളിൽ പാടുന്നൊരു പാട്ടുകാരൻ, കുറേ സരിഗമ പാട്ടിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാലും നല്ല പാട്ടുകാരൻ, അല്ലെങ്കിൽ സിനിമയിൽ പാടുന്ന പാട്ട്, ഇവരെയൊക്കെയല്ലേ നമ്മൾ സാധാരണ നല്ല പാട്ടുകാരനായിട്ടൊക്കെ അംഗീകരിക്കുള്ളൂ. റോഡിലൊക്കെ പാടുന്ന ഒരു സാധാരണ പാട്ടുകാരൻ നമ്മളൊക്കെ അംഗീകരിക്കാറുണ്ടോ? കേരളത്തിൽ കുറച്ച് പേർക്ക് നല്ല മനസ്സുണ്ട്. ആരെങ്കിലുമൊക്കെ റോഡിലിങ്ങനെ പാടുമ്പോൾ ആ പാട്ട് കേട്ടിട്ട് ഒരു 10 രൂപ 20 രൂപ കൊടുത്തിട്ട് പോകുന്ന നല്ല മനസ്സുകളെ കാണാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മളങ്ങനെ അംഗീകരിക്കില്ല. ശരി, അങ്ങനെ അംഗീകരിച്ചാലും വീടിന് മുറ്റത്ത് വന്ന് ഒരു ഭിക്ഷക്കാരനാണ്, ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ്, നിങ്ങളോടൊരു യാത്ര പറഞ്ഞു പോകാൻ വന്നാണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ, എന്നോട് എന്തിനാണ് യാത്ര പറയുന്നത്, താൻ പോടോന്ന് പറയില്ലേ സാധാരണ ആൾക്കാർ. പക്ഷേ ഇവരിങ്ങനെ വിളിച്ച് ഉള്ളിലിരുത്തി വിശക്കുന്നുണ്ടോ, ആഹാരം തരട്ടെ എന്ന് ചോദിക്കുക മാത്രമല്ല, വയർ നിറച്ച് ആ ഭിക്ഷക്കാരന് ആഹാരം കൊടുക്കുന്നു. ശരി, ആഹാരം കൊടുത്ത് അയക്കില്ലേ സാധാരണ. അതിനുശേഷം അവൻ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമോ? അവൻ ഈ ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങളുടെ ഭാര്യയും സന്തോഷമായിരിക്കുന്നത് കണ്ട് ഞാൻ ദൂരെ നിന്ന് സന്തോഷിച്ച് പറയുന്നത് നമുക്ക് ദേഷ്യം വരില്ലേ? പക്ഷെ ഇവരത് ഉൾക്കൊള്ളുന്നുള്ളൂ. ആ ഭിക്ഷക്കാരനെ, ആ ദർശനത്തെ, ആ സ്നേഹത്തെ, മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ആ നന്മകളെ പറയാനുള്ള മനസ്സിനെ അവരത് ഉൾക്കൊണ്ടുമല്ലോ. എന്നിട്ട് അവരോട് നന്നായി സംസാരിക്കുന്നു. അയാളൊരു പാട്ട് പാടുന്ന ആളാണ്, ഭിക്ഷക്കാരൻ അറിയുന്ന സമയത്ത് ഒരു പാട്ട് പാടാൻ പറയണമെങ്കിൽ ആ പാട്ട് പാടാൻ പറയാനുള്ള ആ മനസ്സ്, പിന്നെ അയാൾ പാടുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ്, അത് കേട്ടപ്പോൾ തന്നിലുള്ള സംഗീതത്തെ ഉണർത്തിയ ആ സന്തോഷം കൊണ്ട്, ആ നന്ദിക്ക് ആ ഭിക്ഷക്കാരന് പാവപ്പെട്ട ആ ഭാര്യയും ഭർത്താവിനുള്ള ആകെ ഉള്ളൊരു കമ്പിളി പുതപ്പിനെ സമ്മാനമായിട്ട് കൊടുക്കാനുള്ള മനസ്സ്, ഇതൊക്കെ നമുക്ക് എത്ര വിചിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം. അതൊക്കെയാണ് ഈ കവിത നമ്മളോട് മാധവിക്കുട്ടി അമ്മ നമ്മളോട് ആലോചിക്കാൻ ഈ കഥയിൽ പറയുന്നത്, എഴുതാതെ പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന ചില നല്ല കവിത്വമായ വരികളുണ്ട്. അതായത് നിങ്ങളുടെ ഇവർ ഇടയ്ക്ക് പറയും, എനിക്കൊന്നും അറിയില്ല, ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ രാത്രി കിടന്നുറങ്ങും, ഞാൻ സന്തോഷമായിട്ടൊക്കെ ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് പോലും നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നതെന്ന് ഈ ദമ്പതികൾ പറയുമ്പോൾ അയാൾ പറയും, നിങ്ങൾക്ക് വീടിനൊരു കൂരയില്ല, എല്ലാം പൊളിഞ്ഞതാണ്, പക്ഷേ നക്ഷത്രങ്ങളും ചന്ദ്രനും നിങ്ങളുടെ വീട്ടിലേക്ക് നേരെ ഇറങ്ങി വരുന്നുണ്ട്. കടലിൻ്റെ കാറ്റ് നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളിവിടെ കിടന്നുകൊണ്ട് കടലിനെ കാണുന്നുണ്ട്. എത്രയോ 5 സ്റ്റാർ ഹോട്ടൽ കെട്ടിയിട്ട് കടൽപ്പുറത്ത് കെട്ടിയിട്ട് പോലും കടലിനെ പൂർണ്ണമായി കാണാൻ പറ്റില്ല. അവർക്ക് ആസ്വദിക്കാൻ അറിയുന്നില്ല, അവർ കിടന്നുറങ്ങുന്നു. പക്ഷേ നിങ്ങൾ ഏത് ദിവസമാണ് നിങ്ങൾ കടലിനെ കാണാതിരുന്നത്? ഈ ഫ്ലാറ്റിലും വലിയ വലിയ വീടുകളൊക്കെ താമസിക്കാൻ നമ്മൾ എന്നാണ് ആകാശത്തെ കണ്ടത് നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മക്കൾ എന്നാണ് നക്ഷത്രങ്ങളെ എണ്ണിക്കളിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇവർക്ക് നോക്കൂ, അതൊക്കെ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ കടലിനെ കാണുന്നതും, അവർ വീട്ടിലേക്ക് നക്ഷത്രങ്ങൾ വരുന്നതും, ചന്ദ്രൻ വരുന്നതും, പുലർക്കാലത്ത് സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്നതും, അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും വലിയ വലിയ കോടീശ്വരന്മാർ ബീച്ചിൻ്റെ അവിടെ വീട് കെട്ടിയിട്ട് ആഘോഷിക്കുന്നതിനേക്കാളൊക്കെ 100% ഉയർന്ന ഒരു സന്തോഷത്തിൽ, ബ്ലിസ്ഫുൾ ലൈഫിലല്ലേ അവർ ആ വീട്ടിൽ ജീവിക്കുന്നത് എന്നിങ്ങനെ ഈ ഭിക്ഷക്കാർ അവർ ജീവിതത്തിനെ പറ്റി ഇങ്ങനെ പറയാറില്ല. അതേപോലെ രാത്രിയുള്ള തണുപ്പ് കാലത്ത് നിങ്ങൾ തീയിൻ്റെ മുമ്പിലിരുന്ന് രണ്ടുപേരും ചൂട് കൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാടുന്നു, സന്തോഷിക്കുന്നു. അത് കാണുമ്പോൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആ കാഴ്ചകളൊക്കെ കൺമുമ്പിൽ വരികയാണ്. തമിഴ്നാട് നമ്മൾ ആരോ പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും ഒരു ചന്ദ്രൻ്റെ നിഴൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ആ നിലാപ്രകാശം നിങ്ങളുടെ ആഹാരത്തിൽ കൊണ്ടിട്ടുണ്ടോ, തെന്നൽ കൊണ്ടിട്ടുണ്ടോ, ഒരു മരത്തിൻ്റെ നിഴൽ കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരാൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മുടെ ആഹാരം വളരെ രുചിയുള്ള ഒരു ആഹാരമായി മാറുക, പ്രകൃതിയോട് ചേർന്ന് നമ്മൾ കഴിക്കുമ്പോൾ. ഇവിടെ തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു നദീതീരത്ത് പോയിട്ട് എത്രയോ കുടുംബങ്ങൾ
ഒന്നിച്ചിരുന്നിട്ട് അവർ പലപ്പോഴും ആഹാരമായി ഇരുട്ടിൽ അത്ര നിലാവിൻ്റെ വെളിച്ചത്തിലാണ്. അതെന്ത് ആഹാരം കണ്ടാലൊന്നും അറിയില്ല. പക്ഷേ അമ്മയോ ആരെങ്കിലുമൊക്കെ ഒന്ന് വായിൽ കൊടുക്കും, ഊട്ടി കൊടുക്കും. അപ്പോഴാണ് വായിൽ സ്നേഹിച്ച് കൊടുക്കുന്ന സമയത്ത് മക്കളെല്ലാം കഴിക്കും. ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന്, സഹോദരങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കഴിക്കുന്ന ആഹാരം, പ്രകൃതിയോടുകൂടി ആ നദീതീരത്തിരുന്ന് നിലാവിനെ കണ്ട് വെളിച്ചത്തിൽ ആഹാരം കഴിക്കുന്ന വലിയൊരു ആഘോഷം മധുരയിൽ, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിലുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു ജീവിതമൊക്കെ നമുക്കുണ്ടോ? ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്നും വീട്ടിനുള്ളിൽ നിന്നും നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഇരുട്ടറിയിൽ ജീവിക്കുന്ന പോലെയൊക്കെ നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ പൊട്ടി, അതൊക്കെ വാതിലൊക്കെ തുറന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കി നമ്മൾ എന്താ പറയുക, പ്രകൃതിയോട് ചേർന്ന് നമ്മുടെ ആഹാരമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ വാസ്തവത്തിൽ നോക്കൂ, ഈ കടൽപ്പുറത്ത് സാധാരണ ഒരു പഴയ വീട്ടിൽ ജീവിക്കുന്ന ആ ദമ്പതികൾക്കുള്ള സന്തോഷം തീർച്ചയായിട്ടും നമുക്കുണ്ടാകാം. ആരോ ഒരപരൻ അയാൾ വന്നിട്ട് ഇവരിലുള്ള നന്മകളൊക്കെ എടുത്ത് പറയാനായിട്ടുള്ള ആ മനസ്സ് അയാൾ കണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു ഓർമ്മ ഞാൻ പറയട്ടെ. ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ 10-12 വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികൾ മുഴുവനും അധികവും നമ്മുടെ വീട്ടിലാണ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കൊക്കെ. അപ്പോൾ സമ്മർ ഹോളിഡേയ്സ് വരുമ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും അവരുടെ മക്കളല്ലാണ്ട് അവർ സ്വന്തം ബന്ധങ്ങളിൽ നിന്നുള്ള കുട്ടികളും വരും. ഒരു സമയത്ത് അവിടെ 20 കുട്ടികൾ, അവിടുത്തെ ആ ഫ്ലാറ്റിലെ കുട്ടികൾ മാത്രമല്ല, ഈ വന്ന ഗസ്റ്റ് അതായത് ഓരോ വീട്ടിലുള്ള വലിയ അവൻ്റെ ചേട്ടൻ്റെ മക്കൾ, അനിയത്തിൻ്റെ മക്കൾ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ 2 കുട്ടികൾ, ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങൾ 4 പേര്, ഈ കുട്ടികൾ. അപ്പോൾ 20 പേരൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വൈഫിന് വളരെ ഇഷ്ടമാണ്. പുള്ളിക്കാരി കുറേ കഥ പറഞ്ഞു കൊടുക്കും, തമാശ പറയും, ഈ കുട്ടികളെയൊക്കെ പാട്ട് പാടിപ്പിക്കും. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും ഓഫീസിൽ വരുമ്പോൾ കുറേ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്ന് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അവിടെ മധുരയിൽ നിന്ന് വന്നൊരു കുട്ടി പറഞ്ഞു, ആൻറ്റി, ഞങ്ങളുടെ മധുരയിൽ ഇങ്ങനെ ഒരു നദീതീരത്ത് പോയിട്ട് ഞങ്ങൾ ചിത്രപൗർണമി അതൊരു ദിവസം പറഞ്ഞു, അങ്ങനത്തെ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പാത്രത്തിൽ 4-5 പാത്രത്തിൽ വ്യത്യസ്തമായ ആഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഓരോ കഥ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ വായിൽ തരും, ഞങ്ങൾ കൂട്ടിത്തരും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫിന് തോന്നി നമുക്കങ്ങനെ ചെയ്താലോ. അപ്പോൾ ഞങ്ങൾക്കൊരു ടെറസ് ഉണ്ട്. അപ്പോൾ അത് താഴെ ഒരു 6 വീട്, മേലെ ഒരു 6 വീട്. അപ്പോൾ ഞങ്ങൾ താഴത്തെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലെയും മക്കളെ എല്ലാവരും ഇവിടെയാണ്, ഇവിടെ കളിക്കുക, എല്ലാം നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് മുറ്റത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും പറയില്ല, കുട്ടികളല്ലേ, കുട്ടികൾ കളിക്കട്ടെ, നമുക്ക് സന്തോഷമില്ല, കുട്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് നല്ല സന്തോഷമില്ല. അപ്പോൾ എനിക്കും എൻ്റെ വൈഫിനും കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹമാണ്. അപ്പോൾ എല്ലാവരും കൂടി, അപ്പോൾ ഞങ്ങൾ സഹായിക്കാനായിട്ട് ഒരു അങ്കിളിനെ വിളിച്ചു. അങ്ങനെ 4-5 ഐറ്റം എൻ്റെ വൈഫ് ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് തമിഴ്നാട്ടിലെ ഫുഡ്, പിന്നെ കേരളത്തിലെ 2-3 ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് 2-3 പാത്രത്തിലാക്കിയിട്ടും ഞങ്ങൾ പോയി. അപ്പോൾ 20 കുട്ടികൾക്കും പായൊക്കെ കൊണ്ടുപോയി ഇട്ടു, വെള്ളം എല്ലാം കൊണ്ടുപോയി വെച്ചു, അവർക്ക് കൈ കഴുകാനെല്ലാം വെച്ചു, ടവലെല്ലാം കൊണ്ടുപോയി എല്ലാം റെഡി ചെയ്തിട്ട് അവിടെ കൊച്ചിന് നിലാവിളിച്ച് വരുന്നത് പോലെ ഒരു ബ്ലൂ കളറിലുള്ള 2-3 ലൈറ്റ്സൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ട് ഞാനും എൻ്റെ വൈഫിനെയൊക്കെ സഹായിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് 20 കുട്ടികളും അവിടെ എത്തി വന്നെന്ന് തോന്നുന്നു, അതുകൊണ്ട് കട്ടായതാണ്. സോ ഇവിടെ ഒരു 5 പേര്, ഇവിടെ ഒരു 10 പെണ്ണും, അങ്ങനെ ചുറ്റി അങ്ങനെ 20 പേരും അങ്ങനെ അടുത്തിരിക്കുകയാണ്. എന്ത് ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഫോട്ടോസ് ഉണ്ട് എന്ന് തോന്നുന്നു, ഞങ്ങൾ അന്വേഷിക്കട്ടെ ആ ടെറസിൽ. അപ്പോൾ ഈ കുറച്ച് നേരം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഡിന്നർ സുരേഷ് അങ്കിളുടെ വീട്ടിലാണ്. സുരേഷ് അങ്കിളും വിജയലക്ഷ്മി എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര്, വിജി എന്ന് വിളിക്കും. അപ്പം വിജയ ആൻറ്റിയും സുരേഷ് അങ്കിളുമാണ് തരുന്നത്. അപ്പോൾ ഞാനും വളരെ ആകാംക്ഷയായിട്ട് ഇങ്ങനെ ഞാനും അവിടുത്തെ 21ാമത്തെ കുട്ടിയായിട്ട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു നിങ്ങളും കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് എല്ലാവർക്കും ഓരോന്നും കുഴച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും. അപ്പോൾ കോമ്പറ്റീഷനായി. ഓരോരുത്തർ എനിക്ക് സാധാരണ കഴിക്കാത്ത കുട്ടികൾ അന്ന് കുറേ കഴിക്കുക. അപ്പോൾ മിക്സർ ഒരാൾ കൊടുക്കും, അപ്പോൾ ഞാൻ കുറച്ച് ചിപ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിച്ച് വളരെ സന്തോഷമായിട്ട്. അപ്പോൾ വീടുകളിലൊന്നും അത്ര സ്ഥലമില്ലല്ലോ, അപ്പോഴൊക്കെ കറണ്ടൊക്കെ പോകുന്ന സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ എ സി ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ വീടുകളിലും കൂട്ടി ഈ കുട്ടികളെയൊക്കെ ഒന്നും കെടുത്താൻ സ്ഥലമില്ല. അപ്പോൾ കുറച്ച് പേര് അച്ഛനമ്മയൊക്കെ മേലെ വന്നു. അങ്ങനെ 10-30-35 പേര് ഞങ്ങൾ ടെറസിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ 1 മണി 1:30 മണി വരെ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചിട്ട് അങ്ങനത്തെ പല രാത്രികൾ ഞങ്ങളങ്ങനെ അതുപോലെ. പിന്നെ ഈ കുട്ടികൾ വരുമ്പോഴൊക്കെ നേരെ വരും എൻ്റെ വൈഫിനെ കാണാനായിട്ട്. ആൻറ്റി ഞാൻ വന്നിട്ടുണ്ട്, ഇന്ന് തമിഴിൽ ചോദിക്കും, ഇന്നേക്ക് നിലാ ചോറ് എടുക്കുക എന്ന് ചോദിക്കും.
അപ്പോൾ ഇന്നില്ല നാളെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ കുട്ടികൾ ഏകദേശം എല്ലാ സമ്മർ ഹോളിഡേയ്സിലും നമ്മുടെ വീട്ടിൽ വളരെ ബിസി ആയിരിക്കും. ഞാൻ ചെറിയ പ്രോഗ്രാമിനോ കല്യാണത്തിനോ ഒന്നും ഞങ്ങൾ അധികം പോവാറ് പോലുമില്ല. കാരണം ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളത് സമയം വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 16 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്, അല്ല 20 കൊല്ലം നോക്കിയാൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അടുത്തുണ്ടായിരുന്ന ഒരാൾ അവർ വീട് മാറിയിട്ട് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ദൂരെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരെ ഒരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോളുടെ വിവാഹമാണ്. അപ്പോൾ അതിന് ക്ഷണക്കത്ത് കൊടുക്കാനായിട്ട് ഞാനും എൻ്റെ വൈഫും പോകുന്നു. അപ്പോൾ ആ വീട് താഴെയാണ്, ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസ് കയറിയിട്ട് വേണം ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട്. താഴെ വെറും കാർ പാർക്കിങ്, പിന്നെ സ്റ്റെയർ കേസ്. ആ പടിക്കെട്ട് കയറി ഞങ്ങൾ ഉള്ളിലേക്ക് പോകണം. അങ്ങനെ പടിക്കെട്ട് കയറി പോകുന്ന സമയത്ത് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, മുമ്പിൽ പുള്ളിക്കാരി പോയി. നമ്മൾ കാർ ഇറങ്ങിയിട്ട് ഈ പടിക്കെട്ട് കയറുന്ന സമയം തൊട്ട് ഒരു ആളിങ്ങനെ കണ്ണൊക്കെ റെഡായിട്ടുണ്ട്, അയാൾ കണ്ട പേടിയായിട്ടുണ്ട്. അയാളിങ്ങനെ തുറിച്ച് നോക്കുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ തുറിച്ച് നോക്കുന്നത്, എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്, എനിക്ക് പേടിയായിട്ട് വയ്യ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി ഭയങ്കര വലിയൊരാൾ, തടിയൻ. ഇയാളെന്താണ് അങ്ങനെ നോക്കുന്നത്? അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് തമാശ പറഞ്ഞു, അയാൾ നോക്കി നിനക്ക് എങ്ങനെയാണ് അറിഞ്ഞ്? സാധാരണ ആണിൻ്റെ ചോദ്യമാണല്ലോ അത്. അയാൾ നിങ്ങളിപ്പോൾ നോക്കിയാലും തമാശയാണ്, ഞാൻ പേടിച്ചിരിക്കുക, അയാളുടെ റെഡ് കണ്ണോ അല്ലെ കള്ളുടിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ വാതിൽ ഞങ്ങൾ ഫോൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ വാതിൽ തുറന്ന് വെച്ച് പുള്ളിക്കാരൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡോർ ബെൽ അടിച്ചിട്ട് വാതിൽ ചാരി വെച്ചിരുന്നു. എങ്കിലും വരൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഒരു വെള്ളമൊക്കെ തന്നു. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചായ വേണം പറഞ്ഞില്ല. ക്ഷണക്കത്ത് കൊണ്ടുപോയിരുന്ന സമയത്ത് ചായ കുടിച്ച് ഛർദ്ദിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 20-30 ചായ കുടിച്ച് എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കില്ല, നിങ്ങൾ 1000 കോടി തന്നാൽ ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് ഈ തടിച്ച ആൾ ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിലേക്ക് വന്നിട്ട് നേരെ ഞാനിരിക്കുന്നുണ്ട്, എൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ട്. നേരെ വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് താഴെ ഇരിക്കുകയാണ്. താഴെ ഇരുന്നിട്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്നു. എൻ്റെ വൈഫ് ആകെ പേടിച്ച് പോയി. താഴെയാണെങ്കിൽ ഇവനെ കണ്ട് പേടിച്ചതാ. അപ്പം ഞാനും എനിക്ക് അവൻ്റെ വീട്ടിലാണ്, ഇയാൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്. അപ്പോൾ എന്താ ആരാ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ ആഹാരമൊക്കെ കൊടുത്ത അവൻ്റെ പേര് എന്താണ്, സത്യൻ എന്നാണ്. ആ സത്യനാണത്. നമ്മൾ സത്യനോ? അവന് ഒരു കയ്യിൽ ഞാൻ ഇങ്ങനെ തൂക്കും, 25 കിലോയിലുണ്ടായിരുന്നു, എങ്ങനെ തടിച്ചു? പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്, ജിമ്മിന് പോകുന്നുണ്ട്, എക്സസൈസിന് പോകുന്നുണ്ട്. പിന്നെ എന്താ അവൻ്റെ കണ്ണിങ്ങനെയായിട്ടുള്ളത്? അത് ഇന്നലെ അവൻ ബൈക്ക് ഓടിച്ചപ്പോൾ കണ്ണിലെന്തോ ഇത് പെട്ടിട്ടാണ് അങ്ങനെ റെഡായത്. പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്താൽ എൻ്റെ പിന്നെ അങ്കിൾ എന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ ഭാര്യയും പിടിച്ച് കൈയൊക്കെ പിടിച്ച്, അവൻ അത്ര വയസ്സായത് അറിയുന്നില്ല. ചെറുപ്പത്തിൽ അവൻ്റെ കൂടെ ഞങ്ങൾ ഗുസ്തിയൊക്കെ കൂടും. ആ ഓർമ്മയിൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ വരുന്നു. അവൻ എന്നെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, അവൻ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നിന്നെ കണ്ട് ഞങ്ങളിങ്ങനെ പേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവനൊരു സെൻറ്റൻസ് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഞങ്ങളെ കണ്ട്, ഈ ആൻറ്റിയെ കണ്ട് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പം ഞാൻ കുറച്ച് തടി ഉണ്ടായിരുന്നു, തടിയൊക്കെ കുറച്ച് വാക്കിംഗ് ഒക്കെ പോയി, ഞാൻ നന്നായി സ്ലിം ആയതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അത്ര കണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ വൈഫിനെ കണ്ടപ്പോൾ പുള്ളിക്കാരന് വേഗം മനസ്സിലായി. അപ്പോൾ ഞാൻ വൈഫിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഏകദേശം അവന് കണക്ക് കിട്ടിയാൽ അത് സുരേഷ് അങ്കിൾ തന്നെയാണെന്ന് സൗണ്ട് കേട്ടപ്പോൾ അവന് മനസ്സിലായി. പക്ഷേ ഓടി വന്ന് എൻ്റെ വൈഫിനോടാണ് സംസാരിക്കുന്നത്. ആൻറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെയും. അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഞങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് നിനക്ക് മനസ്സിലായേ? ആ ഒരു സെൻറ്റൻസ് പറഞ്ഞു, ഞാൻ നിലാച്ചോറ് കഴിച്ചത് ഞാൻ മറക്കാൻ പറ്റുമോ ആൻറ്റി? എത്ര കൊല്ലങ്ങളാണ് ഞങ്ങളെ സ്നേഹിച്ച് നിലാച്ചോറ് തന്നത്, അത് ഞാൻ എങ്ങനെയാണ് മറക്കുക എന്ന് ആ കുട്ടി പറഞ്ഞു. നോക്കൂ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തോടെ കൊടുത്ത ആ നിലാച്ചോറ്, അത് രക്തത്തിൽ പോയിട്ട് അത് അവൻ്റെ മനസ്സിൽ അത്ര സ്നേഹമായിട്ട് അത്രയും വളർന്നതിന് ശേഷവും അവന് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, ഈ വളർന്ന സിംഹങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ അവർ വളർത്തിയിട്ട് കാട്ടിലേക്ക് വിടും, അത് കഴിഞ്ഞ് കാട്ടിലേക്ക് അവർ പോകുന്ന സമയത്ത് ഓടിച്ചാടി വന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ അതിനേക്കാളൊക്കെ ഒരു ഒരു ഉയർന്ന തലത്തിലായിരുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം. അത് കഴിഞ്ഞ് അവൻ ഓടിപ്പോയി, ഞങ്ങൾക്ക് കോഫി കുടിച്ചോ, എന്താ ഞങ്ങളുടെ അങ്കിളും ആൻറ്റിയും വന്നിട്ടുണ്ട്, നിങ്ങളെന്താ വെറും ചായയാണോ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ്, അത് കഴിക്കണം, ഇത് മോനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ സ്നേഹം. ഞങ്ങൾ പുറപ്പെടുമ്പോൾ അവൻ കൊച്ചുകുട്ടിയെ പോലെ കരയാണ്. അക്കാലത്തൊക്കെ ഞാൻ സമ്മർ ഹോളിഡേയ്സ് കഴിഞ്ഞ് അവൻ പോകുന്ന സമയത്ത് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കുട്ടികളൊക്കെ കരയും, പുറപ്പെടുമ്പോൾ കരയും. അതേപോലെ അവൻ കരയായിരുന്നു. അവനിപ്പോൾ എങ്ങനെയും ഒരു 25-27 വയസ്സ് കാണണം. ഇപ്പോൾ അവൻ ലണ്ടനിലാണ്, അവൻ അങ്ങനെ കാണണം. പക്ഷെ അവനെ കരയിപ്പിച്ചത് എന്താണ്?
ആഹാരം വഴി നമ്മൾ കൊടുക്കുന്നത് വയറിൽ നിറച്ചിട്ട് വിശപ്പ് മാത്രമാണോ മാറ്റുന്നത്? അത് ഹൃദയത്തിലേക്ക് പോകുന്നില്ലേ? സ്നേഹത്തിലേക്ക് പോകുന്നില്ലേ? രക്തത്തിലേക്ക് പോകുന്നില്ലേ? ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? ഈ കഥയ്ക്ക് വരട്ടെ. എൻ്റെ ഓഫീസിൽ നടന്നത് എന്താണ്? അവൻ്റെ രൂപം കണ്ടിട്ട് ആ സ്ത്രീ ബഹുമാനിക്കുന്നില്ല. അവൻ പാവപ്പെട്ടവനാണ്, അവന് ഭംഗിയില്ല, അവൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവന് ബഹുമാനമില്ല. പക്ഷേ ഇന്ന് അവൻ്റെ സ്ഥിതി അതല്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അവന് കുറേ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് അവന് 2 ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ട് അവന് പ്രൊമോഷനൊക്കെ കൊടുത്ത് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഈ സ്ത്രീക്ക് കാണുമ്പോൾ അവന് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു, നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഇന്നുള്ള ആ സ്ഥിതിയെ വെച്ചിട്ട് നമ്മളൊരാളെ ഗണിക്കാൻ പാടില്ല. നമ്മളങ്ങനെ ആർക്കും നമ്മുടെ സ്നേഹവും ബഹുമാനവും എല്ലാവരും അർഹിക്കുന്നുണ്ട്, എല്ലാവർക്കും നമ്മളിത് കൊടുക്കണം അല്ലേ? ആ ഭിക്ഷക്കാരനെ അവർ ഭിക്ഷക്കാരനായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണോ ഇന്നുള്ള? നമ്മൾ ഓരോരുത്തരെയും അവർ എന്ത് കാറാണ് വെച്ചിട്ടുള്ളത്, അവരെന്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്, അവർക്ക് സ്വന്തം വീടുണ്ടോ, അവർക്ക് കുറേ മക്കളുണ്ടോ, ആ മക്കളൊക്കെ അമേരിക്കൻ ലണ്ടനിലൊക്കെ ആണോ, ഇവരൊക്കെ നമ്മുടെ സ്റ്റാറ്റസിന് സമമായിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ള 1,00,000 ചോദ്യങ്ങളുണ്ട്. അയാൾ ആരാന്നറിയോ? അയാൾ വലിയ കമ്പനിയിലെ CEO ആണ്, അയാൾ ഇതാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ അവരെയൊക്കെ അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നതിൽ ഇവനൊരു സാധാരണ സുഹൃത്താണ്. ഇവനൊരു സാധാരണ ഒരു മരപ്പണിക്കാരൻ ചെയ്യാമാണ്, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഗോശാല വെച്ചിട്ടുള്ള സാധാരണക്കാരനാണ് എന്നൊക്കെ ഒരു വലിയ സഭയിൽ ഒരു സുഹൃത്തിനെ അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റിയെങ്കിൽ നമുക്കൊക്കെ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ ദൈവമുണ്ടെന്നാണ് അർത്ഥം. അല്ലാതെ പാവപ്പെട്ടവനെ എവിടെയെങ്കിലും തനിച്ചിരുത്തിയിട്ട് അവനോട് പോയിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ സംസാരിക്കും മുമ്പിൽ വരുന്നൊക്കെ പറയുകയാണെങ്കിൽ എത്ര വലിയൊരു പാപമായിരിക്കും. സോ ആരുടെയും ഇന്നുള്ള സ്ഥിതി വെച്ച് ഒരിക്കലും നമ്മൾ കണക്കിലെടുക്കാൻ പാടില്ല. എല്ലാവർക്കും നമ്മുടെ സ്നേഹവും ബഹുമാനവും അംഗീകാരവും എല്ലാം നമ്മളെപ്പോഴും കൊടുക്കണം. കുറച്ച് കാലമല്ലേ നമ്മളൊക്കെ ഈ ഭൂമിയിൽ പിക്നിക്കിൽ വന്നിട്ടുള്ളൂ, ഇത് കഴിഞ്ഞാൽ പോകണ്ടേ. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തു, എത്രയോ പേരുടെയൊക്കെ മനസ്സിൽ നമ്മളുണ്ടായി, എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിച്ചു എന്നതൊക്കെയല്ലേ നമ്മുടെ വ്യത്യസ്തമായ ദൈവത്തിൻ്റെ ദർശനത്തിലുള്ള കണക്കുകൾ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗത്തെ കാണാം. നന്ദി, നമസ്കാരം.